ചാലക്കുടി സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാതെ മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കാനെത്തിയ തൊഴിലാളികളെ മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും ചേർന്ന് തടഞ്ഞു. പ്രതിഷേധത്തിനൊടുവിൽ അടിപ്പാത നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾ തിരിച്ചുപോയി. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വാർഡുകൾ വിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഡിസംബർ 3 വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. ദേശീയപാത നെടുമ്പാശ്ശേരി അത്താണിയിൽ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ ടാങ്കർ ലോറി ഇടിച്ച് യുവതി മരിച്ചു. അങ്കമാലി കോതക്കുളങ്ങര പുഷ്പകം വീട്ടിൽ വിനയന്റെ ഭാര്യ വിദ്യയാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാതെ മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കാനെത്തിയ തൊഴിലാളികളെ മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിതയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും ചേർന്ന് തടഞ്ഞു. പ്രതിഷേധത്തിനൊടുവിൽ അടിപ്പാത നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾ തിരിച്ചുപോയി. മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിലാണ് അടിപ്പാത നിർമ്മാണത്തിനെത്തിയത്. ഇതിന്റെ ഭാഗമായി ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെടുത്തി ഗതാഗതം തിരിച്ചുവിടുകയും ചെയ്തു. ഇതിനെതിരെയായിരുന്നു പ്രതിഷേധം. മേലൂരിൽ നിന്നും വരുന്നവർക്കും മുരിങ്ങൂർ ഭാഗത്തു നിന്നും വരുന്നവർക്കും ഗതാഗത തടസ്സമില്ലാതാക്കാൻ സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷമേ ജംഗ്ഷൻ അടച്ചുകെട്ടുകയുള്ളൂവെന്ന് ദേശീയപാത അധികൃതർ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ ഉറപ്പ് പാലിക്കാതെയാണ് ചൊവ്വാഴ്ച ജംഗ്ഷൻ അടച്ചുകെട്ടിയത്. ഇരുഭാഗത്തു നിന്നും വരുന്നവർക്ക് ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ ഒരു സംവിധാനവും ഏർപ്പാടാക്കാതെയാണ് അടിപ്പാത നിർമ്മാണത്തിന് എത്തിയത്. പ്രതിഷേധത്തെ തുടർന്ന് പ്രവർത്തികൾ നിർത്തിവെച്ചു. സർവീസ് റോഡുകളുടെ പ്രവർത്തികൾ പൂർത്തിയാക്കിയതിനു ശേഷമേ ഇനി അടിപ്പാത നിർമ്മാണം ആരംഭിക്കുകയുള്ളൂവെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പു നൽകി. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വാർഡുകൾ വിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കളക്ടർമാർ നൽകിയ കരട് നിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അനുമതി നൽകി. ഡിസംബർ 3 വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കമ്മീഷൻ അംഗങ്ങളായ ഡോക്ടർ U. രത്തൻ, ഖേൽക്കർ, K. ബിജു, S. ഹരികിഷോർ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറി S. ജോസ്നാമോൾ എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 3 വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ രജിസ്റ്റേർഡ് തപാലിലോ ആക്ഷേപങ്ങൾ നൽകാം. കരട് വിജ്ഞാപനം അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലും കളക്ടറേറ്റുകളിലും വെബ്സൈറ്റിൽ പരിശോധന ലഭ്യമാണ്. ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കും. ജില്ലാ കളക്ടർ മുഖേനയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുക. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യമെങ്കിൽ പരാതിക്കാരിൽ നിന്ന് നേരിട്ട് വിവരശേഖരണം നടത്തും. പുതുക്കിയ മാനദണ്ഡപ്രകാരം ഗ്രാമപഞ്ചായത്തുകളിൽ 1375 വാർഡുകളും മുനിസിപ്പാലിറ്റികളിൽ 128 വാർഡുകളും കോർപ്പറേഷനുകളിൽ 7 വാർഡുകളും പുതിയതായി നിലവിൽ വരും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. എടത്തുരുത്തി ഏറാക്കല്ലിൽ വീണ്ടും പൈപ്പ് പൊട്ടി. തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. ഏങ്ങണ്ടിയൂർ മുതൽ SN പുരം വരെയുള്ള പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണ ശൃംഖലയിലെ പ്രധാന പൈപ്പ് ലൈനാണ് പൊട്ടിയത്. എടത്തുരുത്തി ഏറാക്കൽ റോഡിലാണ് 700 mm പ്രിമോ പൈപ്പ് പൊട്ടിയത്. മറ്റൊരിടത്ത് ചോർച്ച അടയ്ക്കുന്നതിന് ഇന്നലെ പമ്പിംഗ് നിർത്തിവെച്ച് പണി പൂർത്തിയാക്കിയ ശേഷം രാത്രി 10 മണിയോടെ പുനരാരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഏറാക്കല്ലിൽ പൈപ്പ് പൊട്ടിയത്. വൻതോതിൽ വെള്ളം ചോരുന്നതിനാൽ പമ്പിംഗ് വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. അടിക്കടി പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം മുടങ്ങുന്നത് മൂലം തീരദേശത്തെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. ഏറാക്കൽ റോഡിലാണ് നിരന്തരം പൈപ്പ് പൊട്ടുന്നത്. ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. മലക്കപ്പാറ ടാറ്റ ടീ എസ്റ്റേറ്റിലെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള തോട്ടം തൊഴിലാളികളുടെ വിദ്യാർത്ഥികൾക്ക് 6,40,000 രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന 40 വിദ്യാർത്ഥികൾക്ക് 16,000 രൂപ വീതമാണ് പദ്ധതിയുടെ ഭാഗമായി നൽകിയത്.
ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നടപ്പിലാക്കി വരുന്ന ചിറക് പദ്ധതിയുമായി സഹകരിച്ച് സന്നദ്ധ സംഘടനയായ കെയർ ആൻഡ് ഷെയറും ക്ലാരീഷ്യൻ സന്യാസ സഭയും ചേർന്നൊരുക്കിയ സ്കോളർഷിപ്പിന്റെ വിതരണോദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. കഴിഞ്ഞ വർഷം മലക്കപ്പാറയിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന വിദ്യാർത്ഥികൾക്കായി 8 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിന്റെ തുടർച്ചയായാണ് ഈ വർഷവും പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി ഏറെ പിന്നോക്കാവസ്ഥയിലുള്ള ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സാഹചര്യം ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ധനസഹായ വിതരണ പദ്ധതി ഒരുക്കിയിരിക്കുന്നതെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസം, യുവജനം, സാംസ്കാരികം, കായികരംഗം, തൊഴിൽ തുടങ്ങിയ സമഗ്ര മേഖലയുടെയും വളർച്ച ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ചിറക്. ഭാവി തലമുറയെ സ്വയം പര്യാപ്തരാക്കി മാറ്റുന്ന സുസ്ഥിര വികസനമാണ് ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാൻഡി ജോസഫ്, അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുത്തു, KM ജയചന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി K തോമസ്, ജോർജ് വെണ്ണാട്ടുപറമ്പിൽ, മുരളി ചക്കുന്തറ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. ദേശീയപാത നെടുമ്പാശ്ശേരിയിൽ അത്താണിയിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ചു. അങ്കമാലി കോതക്കുളങ്ങര പുഷ്പകത്ത് വീട്ടിൽ വിനയന്റെ ഭാര്യ വിദ്യയാണ് മരിച്ചത്. അത്താണി ഭാഗത്തു നിന്നും ആലുവ ഭാഗത്തേക്ക് ഭർത്താവ് വിനയനുമൊത്ത് വരുമ്പോഴായിരുന്നു അപകടം. അത്താണി കേരള ഫാർമസിക്ക് സമീപം ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ടാങ്കർ ലോറിയുമായി ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. വിനയന്റെ പരിക്ക് സാരമുള്ളതല്ല. ആയുർവേദാചാര്യൻ രാഘവൻ തിരുമുൽപ്പാടിന്റെ 14ാമത് അനുസ്മരണ യോഗം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 ചാലക്കുടി നഗരസഭ ജൂബിലി ഹാളിൽ നടത്തും. നഗരസഭ, രാഘവൻ തിരുമുൽപ്പാട് അനുസ്മരണ സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണം സംഘടിപ്പിക്കുന്നത്. അനുസ്മരണ യോഗം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വർഷത്തെ മികച്ച ആയുർവേദ ഡോക്ടർക്കുള്ള പുരസ്കാരം ഡോക്ടർ P രാം മനോഹർക്ക് നൽകും. കോളേജ് വിദ്യാർത്ഥികൾക്ക് നടത്തിയ ഉപന്യാസ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും യോഗത്തിൽ വിതരണം ചെയ്യും. പെരിഞ്ഞനം RMVHS സ്കൂളിലെ സംസ്ഥാന കായികമേളയിലെ ജേതാക്കളായ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി. E.T. ടൈസൺ MLA അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് MG ജയശ്രീ, വൈസ് പ്രസിഡന്റ് KK നാസർ, VHSC പ്രിൻസിപ്പൽ ഡോക്ടർ R അനിൽകുമാർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ AD ദീദി, സ്കൂൾ മാനേജ്മെന്റ് കറസ്പോണ്ടന്റ് ഫാത്തിമ മോഹൻ, പ്രധാന അധ്യാപിക B ബീബ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന തലത്തിൽ വിവിധ സമ്മാനങ്ങൾ നേടിയ മുഹമ്മദ് ബിലാൽ, CB ശിവപ്രസാദ്, PB ഷാരോൺ, സൽമാൻ ബാദുഷ എന്നീ വിദ്യാർത്ഥികളെയും സംസ്ഥാന തലത്തിൽ പങ്കാളികളായ 14 വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. കായിക അധ്യാപകനായ NJ അജിത്, അധ്യാപകരായ MA ബിജു, GJ അഭിലാഷ് എന്നിവരെ കുട്ടികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മാള സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ സഹകരണ മുന്നണി വിജയിച്ചതിൽ മാളയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വിജയാഘോഷത്തിന്റെ ഭാഗമായി UDF മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ഇന്ദിരാഭവനിൽ നിന്നും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനം മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ചുറ്റി മാള ടൗണിൽ സമാപിച്ചു. DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ്, മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ, മറ്റ് പ്രവർത്തകരായ സന്തോഷ് ആത്തപ്പള്ളി, സോയി കോലഞ്ചേരി, PD ജോസ്, മാള സർവീസ് സഹകരണ ബാങ്കിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട CK ഉണ്ണി, മുഹമ്മദ് ഇക്ബാൽ, PN രതീഷ്, ലിയോ കൊടിയൻ, ഷാനവാസ് പള്ളിമുറ്റത്ത്, സൈമൻ കളപ്പുരയ്ക്കൽ, മാഗി ജോസ്, ഷിഗ രൂപേഷ്, യദു കൃഷ്ണൻ, PR സോണി, ചിത്തിര ചാത്തക്കുടം, ഷാജു കുന്നത്തോളി എന്നിവർ പങ്കെടുത്തു. എടത്തുരുത്തിയിൽ മണ്ഡലമാസത്തോടനുബന്ധിച്ച് ദേശവിളക്ക് മഹോത്സവം നടത്തി. പറയൻകടവ് പരിസരത്ത് നിന്നും ശാസ്താം പാട്ടിന്റെയും ചിന്തുപാട്ടിന്റെയും കോമരങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു. കമ്മായി റോഡ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ദേശവിളക്ക് ആഘോഷിച്ചത്. ഗണപതി ഹോമം, ദീപാരാധന, ചിന്തുപാട്ട്, അന്നദാനം, ശാസ്താം പാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് എന്നിവയും ദേശവിളക്കിന്റെ ഭാഗമായി നടന്നു. ഭാരവാഹികളായ രാജേന്ദ്രൻ കോത്തളത്ത്, പ്രസാദ് നടുവിൽ തറ, ശശി കാരയിൽ എന്നിവർ നേതൃത്വം നൽകി. റേഷൻ വ്യാപാരികളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക. റേഷൻ വിതരണം താളം തെറ്റിക്കുന്ന ഉദ്യോഗസ്ഥ കോൺട്രാക്ടർ ബന്ധം അവസാനിപ്പിക്കുക.
തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമിതി ചാലക്കുടി താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ റേഷൻ വ്യാപാരികൾ ചാലക്കുടി സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. PD പോൾ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, KK പങ്കജാക്ഷൻ, MK സുനിൽ, PD ദിനേശൻ, KA വേണു, ജോബി നെല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. റേഷൻ ഡീലേഴ്സ് സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ച് സമരം നടത്തുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. KSSRDA താലൂക്ക് പ്രസിഡന്റ് CC വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KJ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. റേഷൻ ഡീലേഴ്സ് ഭാരവാഹികളായ EK സജീവൻ, ആന്റണി, KJ ആൻഡ്രൂസ് എന്നിവർ സംസാരിച്ചു. AKRRDA താലൂക്ക് പ്രസിഡന്റ് MV വിജയകുമാർ, CA ആന്റണി എന്നിവർ സംസാരിച്ചു. കൂരിക്കുഴി മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ കൂട്ടം സംഘടിപ്പിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വഖഫ് ബോർഡ് അംഗം മസൂദ് ഇടപ്പള്ളി ക്ലാസ് നയിച്ചു. മഹൽ ഖത്തീബ് മുഹമ്മദ് സാദിഖ് സഖാഫി, KK ഹംസ, മുഹമ്മദ് ഫയാസ്, CK സമീർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാതെ മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കാനെത്തിയ തൊഴിലാളികളെ മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും ചേർന്ന് തടഞ്ഞു. പ്രതിഷേധത്തിനൊടുവിൽ അടിപ്പാത നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾ തിരിച്ചുപോയി. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വാർഡുകൾ വിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഡിസംബർ 3 വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. ദേശീയപാത നെടുമ്പാശ്ശേരി അത്താണിയിൽ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ ടാങ്കർ ലോറി ഇടിച്ച് യുവതി മരിച്ചു. അങ്കമാലി കോതക്കുളങ്ങര പുഷ്പകം വീട്ടിൽ വിനയന്റെ ഭാര്യ വിദ്യയാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.